ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരു മുട്ട റോസ്റ്റ് ഇല്ലേ. അപ്പോൾ ഗ്രേവിയോട് കൂടിയുള്ള മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്യാമറയിൽ കാണുമ്പോൾ ഈ ഒരു മുളകിൻ്റെ കളറ് മാത്രമേ ഉള്ളൂ, പക്ഷേ ആക്ച്വലി ഇത് ഈ ഒരു കളറേ അല്ല. രാത്രി ആയതുകൊണ്ടും ക്യാമറയുടെ പവർ കൊണ്ടുമാണ് ഈ ഒരു കളറിൽ കാണുന്നത്. പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ഞാൻ ഉണ്ടാക്കിയാൽ എത്രയും പെട്ടെന്ന് കാലിയാകുന്ന ഒരു സാധനമാണ് ഈ കറി. നെയ്യിട്ട ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഞാനിതിലേക്ക് 2 സവോള വളരെ ചെറുതായിട്ട് നമ്മൾ ഓംലെറ്റിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ 2 സവോളയാണ് ഞാനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ വഴന്ന് വരണം. നല്ല രീതിയിൽ വഴന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം 1 സ്പൂണ്. പിന്നെ പച്ചമുളക് പേസ്റ്റ് വേണം 1 സ്പൂണ്. അത് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് 1 സ്പൂണ് പച്ചമുളക് പേസ്റ്റ് എടുത്തിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുഴുവനായിട്ട് 1 സ്പൂൺ എടുക്കുന്നുണ്ട്. പച്ചമുളക് പേസ്റ്റ് ഒരു 3/4 സ്പൂണിൻ്റെ അടുത്താണ് എടുക്കുന്നുള്ളത്. പിന്നെ കുരുമുളക് പൊടിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് നമ്മൾ കാശ്മീരിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇത് രണ്ടും പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 തക്കാളി നല്ല പോലെ പേസ്റ്റ് രീതിയിൽ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയും പച്ചമണം നല്ലപോലെ ഒന്ന് മാറി വരണം. തക്കാളിയുടെ പച്ചമണം മാറണമെങ്കിൽ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ പോരാ. ഏകദേശം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ തക്കാളി അരച്ചതിൻ്റെ പച്ചമണം വേഗം മാറിക്കിട്ടും. ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ മുമ്പ് ഒന്ന് യൂട്യൂബ് നോക്കിയപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഹിന്ദിക്കാരുടെ ഇങ്ങനെ ഇതുപോലെ റോസ്റ്റിലെ റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ചേർക്കുന്നത് തൈരാണ്. നല്ല പോലെ തൈര് ചേർക്കും. കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു കഴിക്കാൻ തൈരിൻ്റെ ടേസ്റ്റ് ആയിരിക്കുമല്ലേ. എന്തായാലും എനിക്കതെന്തോ ഉണ്ടാക്കാൻ വേണ്ടി തോന്നിയില്ല. അതിന് പകരം ഞാൻ തക്കാളി പേസ്റ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കി. അപ്പോഴാണ് എനിക്ക് ശരിക്കും നല്ല ടേസ്റ്റിൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിലുള്ള മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവിയോട് കൂടിയുള്ള മുട്ട റോസ്റ്റ് കിട്ടിയത്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഗരം മസാല പല ടൈപ്പിലാണ്. ഞാൻ ഈ ഒരു ഗരം മസാലയ്ക്ക് അധികമായിട്ടുള്ള ഫ്ലേവറൊന്നുമില്ല. അപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്തിട്ടും എനിക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ചില ഗരം മസാല ഒരു കയ്പ്പ് ചുവയൊക്കെ വരും. അങ്ങനെയുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൻ്റെ ആ ഒരു പൊടി ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വഴറ്റിയതിന് ശേഷമാണ് 1 സ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ 1 സ്പൂണ് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം കൂടി മാറി വരാൻ വേണ്ടിയിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിതിലേക്ക് 3 മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ 3 ആൾക്കുള്ള കറിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മുട്ടയാണ്. മുട്ട ആദ്യം നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 മുട്ടയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കുറേ മുട്ട എടുക്കുകയാണെങ്കിൽ ഒരു 4-5 മുട്ടക്കുള്ള ഗ്രേവി ഇപ്പോൾ ഇതിൽ തന്നെയുണ്ട്. നമുക്കിവിടെ ഈ ഒരു ഗ്രേവി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഗ്രേവി നല്ല ചിലവാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്രേവി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 5 മുട്ട ഇട്ടിട്ട് ചെയ്യാനുള്ള ഗ്രേവി ഇപ്പോൾ ഇതിലുണ്ട്. ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി വേണം എന്നുള്ളവർക്ക് കൂടുതലായിട്ട് എല്ലാം നേരെ ഇരട്ടിയായിട്ട് എടുത്താൽ മതി. പിന്നെ നല്ല പോലെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിത് കൂടുതൽ ഉണ്ടാക്കുന്നുള്ളത് ചപ്പാത്തിയുടെ കൂടെയാണ്. ചപ്പാത്തിയുടെ കൂടെ ഞാൻ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ആ നെയ്യിട്ട ചപ്പാത്തിയുടെ കൂടെ ഈ ഒരു മുട്ടക്കറി നല്ല ടേസ്റ്റാണ് രണ്ടും കൂടിയിട്ട് കഴിക്കാൻ. ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ വേറെ തന്നെ കളറാണ്. രാത്രി ആയതുകൊണ്ട് ആ ഒരു ലൈറ്റിന് അങ്ങനെ ക്യാമറയിൽ കാണുന്നതായിരിക്കാം. വേറെ തന്നെ കളറിലാണുള്ളത്. എന്തോ മുളക് കറി പോലെ കാണുന്നുണ്ട്. പക്ഷേ അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. കറി നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ധൈര്യമായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുപ്പ് ചേർക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് പൊടിയുപ്പ് ചേർക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്താണ് വെള്ളം ഒഴിക്കുന്ന ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ആദ്യം സവാള വഴറ്റുന്ന സമയത്തൊന്നും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല.
നിങ്ങൾ പൊടിയുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ചിട്ട് റെഡിയാക്കി വെച്ച മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മുട്ട ഇതിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. വലിയ കഷ്ടമൊന്നുമില്ല. തേങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒന്നുമില്ല. മുട്ട വേവിക്കണം, പിന്നെ സവോള ഒന്ന് കട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ പണിയായിട്ട്. അപ്പോൾ രാവിലെ ആണെങ്കിലും ഡിന്നറിനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.